ഹലോ, നമ്മളിത് പ്രത്യേകിച്ച് പ്ലാൻ ചെയ്ത ട്രിപ്പൊന്നുമില്ല കേട്ടോ. നമ്മൾ വൈകുന്നേരം ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന നേരം ഒരു സകാശം പറഞ്ഞു നമുക്ക് വയനാട് പോയിട്ടൊന്ന് ടെൻ്റ് അടിച്ചാലോ. അങ്ങനെ ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ ടെൻറ്റും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ടങ്ങ് ഇറങ്ങി. ഫസ്റ്റ് കിട്ടൊരേ വരുത്തേങ്ങ് വരും, അങ്ങനെ തന്നെ വര തീർത്തണ്ട പോട്ടെ 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 അയ്യോനെ ഒരാങ്ങ് എടുക്കും പോട്ടെ പോട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് കയറേണ്ടതാണ്. നടക്കാൻ ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ആദ്യം ഒരുത്തം പോയിട്ട് പറഞ്ഞു അവിടെ 2 കണ്ണ് കാണുന്നുണ്ട്, പുലിയെങ്ങാനുണ്ട് എന്ന് പേടിപ്പിച്ചു. അപ്പോൾ ഞാൻ ഫ്രണ്ടിലായിട്ട് നടന്നു. 2 സൈഡിലും നല്ല പുല്ലും അവിടെ കൂടി ചെറിയൊരു വഴിയും അത്രേ ഉള്ളൂ രാത്രി കാണാനുള്ളൊരു കാഴ്ച. ഞാൻ ദൂരെ നോക്കുമ്പോൾ എന്തോ തിളങ്ങുന്നുണ്ട്, ഏതോ 2 കണ്ണുകൾ തിളങ്ങുന്നതായിട്ട് കണ്ടു. ചെറിയൊരു പേടി ഉണ്ടെങ്കിലും അടുത്ത് ചെന്നോക്കുമ്പോഴാണ് മനസ്സിലായത് സംഭവം ഒരു പാവം പട്ടിയായിരുന്നു കേട്ടോ. അത് പട്ടിയാണെങ്കിൽ ചെറിയ പേടിയുണ്ടായിരുന്നു, പക്ഷെ അത് ആലാട്ടിയപ്പോൾ ആള് ഉപദ്രവിയല്ല, നല്ലൊരു പാവാന്ന് മനസ്സിലായി. ആ മുട്ടായി ബബിൾക്കല്ലടാ അത്, നമ്മുടെ ഒന്നും വാങ്ങിക്കില്ല ഒരു ബിസ്ക്കറ്റ് പോലും. ഒരു മുട്ടായി കൊടുത്തപ്പോഴും പട്ടി തൻ്റെ കമ്പനിക്കാരനെയും കൂട്ടിയിട്ട് നമ്മുടെ ടെൻറ്റിൻ്റെ അടുത്ത് കാവലായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളല്ലാണ്ട് വേറെ ഒരാളെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ കണ്ട കാഴ്ചയാണിത് കേട്ടോ. എന്തൊരു രസാണ്. നമ്മളിപ്പോൾ കുറുമ്പലക്കോട്ടയായിട്ടുള്ളേ, നല്ല തണുപ്പാണ്, നല്ല വൈബ് സ്ഥലം. ഇത് മൊത്തം കോടയാണ് കേട്ടോ. ഒയ്യോ ഒന്നും പറയില്ല, ഇവിടെ മൊത്തം പരന്ന് കിടക്കുന്ന, അവിടെ അതിൻ്റെ അപ്പുറം എന്താന്ന് പോലും നമുക്കറിയില്ല. എങ്ങോട്ട് നോക്കിയാലും കോട. എന്തായാലും സെറ്റപ്പ് സ്ഥലമാണ് കേട്ടോ, നല്ല കിഡ് സ്ഥലം, ഒന്നും പറയില്ല. അയ്യോ ഇവിടെ എന്തോ അനക്കൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, പാമ്പം കാണാണോ. നല്ല രസമായിട്ടോ ഇതിങ്ങനെ രാവിലെ ഇങ്ങനെ നടക്കാൻ. ഫുള്ള് കോടയായിട്ട്. ഇവിടെ കടയൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും തുറന്നില്ല, അതൊന്നും തുറക്കാൻ പോകുന്നേ ഉള്ളൂ. എന്തായാലും അടിപൊളി സ്ഥലമാണ്, മൊത്തത്തിലുള്ള കോട. ഇങ്ങനൊരു കാഴ്ച കാണിച്ചു തരാം. നമ്മുടെ ടെൻറ്റിലൊരു ചങ്ങായി ഇതൊരു എണീച്ചിട്ടില്ല, അവൻ എണീപ്പിക്കാം. എണീച്ചു പോടാടാ, എണീച്ചു വാ, എല്ലാം പോയി വാ വാ വാടാ. ഓൻ എണീക്കുന്നില്ല. പുറത്ത് സെറ്റപ്പ് സ്ഥലാട്ടാ, ഫുള്ള് കോടയെല്ലാം അങ്ങനെ സെറ്റായി വരുന്നുണ്ട്. നമ്മൾ നല്ല കിടന്ന ടെൻ്റാട്ടോ ഇത്, ഒരാൾ മനുഷ്യനൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. കിടു സ്ഥലം, ഒന്നും പറയില്ല. ഇവിടെയൊക്കെ നല്ല കോടയാട്ടാ, എവിടെ നോക്കിയാലും കോട, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ട്. കിടു സ്ഥലം നോക്കൂ, എന്ത് മനോഹരമായിട്ടുള്ള ഇതാണ്. സമയം ഏതാണ്ട് ഇപ്പോൾ ഏറെ കഴിഞ്ഞു കേട്ടോ, സൂര്യനൊന്നും എവിടെയും കാണാനില്ല, എവിടെ നോക്കിയാലും പുക മാത്രം. എന്തായാലും നല്ല കിടു സ്ഥലമാട്ടാ. ഇതുവഴി ഇങ്ങനെ നടന്നു പോയത് നോക്കി, ഈ പൂക്കളൊക്കെ കാണാൻ ഭംഗിയാണ് പ്രത്യേക. ഈ ഒരു ഇലയും ഇതുവഴിയുള്ളൊരു വ്യൂവും നല്ല രസമില്ലേ, ആ കോട മഞ്ഞൊക്കെ കണ്ട്. ഇത് കുറുമ്പലക്കോട്ട കേട്ടോ സ്ഥലം, കുറുമ്പലക്കോട്ട വയനാട് കുറുമ്പലക്കോട്ടയാണ്. നല്ല സെറ്റപ്പ് സ്ഥലമാണ്. രാവിലെ ഒരിടയ്ക്ക് സൂര്യനൊക്കെ വന്നു കഴിഞ്ഞാൽ താഴെ ഇങ്ങനെ മേഘമെല്ലാം സെറ്റായി നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇപ്പോൾ സൂര്യൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ മൊത്തം കോട മാത്രമേ ഉള്ളൂ. നല്ല കിടു സ്ഥലമാണ്. നമ്മളിന്നലെ രാത്രി തന്നെ വന്നു കേട്ടോ, ഒരു 12 മണി അങ്ങനെ വന്നു. ഇവിടെ ടെൻ്റ് അടിച്ചു. അപ്പോൾ ഒന്നും ഇങ്ങനെ കോടയൊന്നും ഇല്ലായിരുന്നു, താഴെയൊക്കെ കുറച്ച് കോട ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ വന്നു, കുറച്ച് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ചെയ്തു, തീയൊക്കെ പോയി കേട്ടോ.
പിന്നെ ഇന്ന് രാവിലെ എണീച്ച് നോക്കുമ്പോൾ ഇതാ ഇവിടുത്തെ അവസ്ഥ. ഫുള്ള് കോട. കോട എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കോട. ഇവിടെ ഒരു ചെറിയ ഒരു ചായപ്പൊടിയൊക്കെ കാണുന്നുണ്ട്. പക്ഷേങ്കിൽ അതൊന്നും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. എല്ലാം അടച്ചിട്ട് തന്നെയാണുള്ളത്. കുറച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ആവുമായിരിക്കും. എന്നാൽ ഈ ഒരു വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. മൊത്തത്തിൽ ഒരു വൈബുണ്ട്. എവിടെ നോക്കിയാലും കോട. അത് അവിടെ ഒരു ഷോപ്പ് കാണുന്നുണ്ട്. എന്ത് രസമല്ലേ. ഇതിപ്പോൾ ഇവിടുത്തെ കോട ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ താഴെയുള്ള നല്ലൊരു വ്യൂ ഒക്കെ കിട്ടും. നല്ല വലിയൊരു മലയുടെ മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെയൊക്കെ സെറ്റ് കോടയാണ് എൻ്റെ മോനെ. പൊളി, ഒരു രക്ഷയില്ലാത്ത കോട. എന്തെന്നാ പറയണ്ടേ. ഓ, ഒന്നും പറയുന്നില്ല. ഒരു രക്ഷയില്ലാത്ത സ്ഥലം തന്നെയാണ്. ഫുള്ള് കോട കേട്ടോ. എങ്ങോട്ട് നോക്കിയാലും കോട, കോടകൾ മാത്രം. ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ ഒരു പീടിയ. പക്ഷെ ഇത് തുറന്നിട്ടൊന്നുമില്ല. എപ്പോൾ തുറക്കുമെന്നൊന്നും അറിയില്ല. തുറന്നു കഴിഞ്ഞാൽ ചായയൊക്കെ കുടിക്കാമായിരുന്നു. എന്തായാലും സെറ്റപ്പ് സ്ഥലം കേട്ടോ. നമ്മളെ മച്ചാൻ ഇതുവരെ എണീച്ചില്ല. തണുപ്പ് കാരണം അതിൻ്റെ ഉള്ളിൽ നല്ല കോടി കിടന്ന് ഉറങ്ങുകയാണ്. എണീക്കായിരിക്കും. നീ ഇങ്ങോട്ടുള്ള വ്യൂ ഒന്ന് നോക്കിയേ. മൊത്തം വെള്ള കളർ മാത്രം. ഫുള്ള് കോടയും മൊത്തം വെള്ള കളർ. വേറെ ഒന്നും തന്നെ ഒന്നും കാണുന്നില്ല. എൻ്റെ മുടിയൊക്കെ കണ്ടോ. ഫുള്ള് കോട വന്നിട്ട് ആകെ മുത്തുമണി പോലെ ആയിട്ടുണ്ട് മുടിയൊക്കെ. ഓഹോ, മൂടിപ്പറിച്ച് കിടക്കുക മഹാൻ. കോട കൂടി കൂടി വരുന്നുണ്ട്. പക്ഷെങ്കിൽ എന്താ, സൂര്യൻ എവിടെയും കാണുന്നില്ല. ഇതുവഴി ഇങ്ങനെ നടക്കാനൊരു വൈബ് തന്നെയാണ് കേട്ടോ. രാവിലെ നല്ല രസമുള്ളൊരു വൈബും കാര്യങ്ങളൊക്കെയാണ്. കോട ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. എന്താ ഇവിടെയൊക്കെ നോക്കി നോക്കി എന്ത് ഭംഗിയാണ് കണ്ടോ. ഈ പച്ചപ്പിലൂടെ ഒരു നോട്ടം, അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ നോക്കി ഫുള്ള് മഞ്ഞ് പിടിച്ചേക്കുക ഫുള്ളായിട്ട്. സൂര്യൻ ഇനി വരും തോന്നില്ല കേട്ടോ. മൊത്തത്തിൽ കോട തന്നെയാണ്. നമ്മൾ എന്തായാലും ടെൻ്റൊക്കെ കഴിച്ച് ഇവിടുന്ന് തെറിക്കേണ്ട പരിപാടിയാണ്. അങ്ങനെ നമ്മൾ ടെൻ്റൊക്കെ എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. കോട അങ്ങനെ തന്നെ ഉണ്ട്. കോട മാറിയിട്ടൊന്നുമില്ല. ഒരേ നിപ്പാണ് കോട. പക്ഷെ സൂര്യനെ കാണുന്നില്ല. നമ്മളെല്ലാവരും നടന്നു നീങ്ങുന്നതാണ്. നല്ല കോട, ഒന്നും പറയാനില്ലാത്ത കോട. എങ്ങും കോട. നോക്കൂ എന്ത് രസം. ഇനി മെല്ലെ താഴെ പോയിട്ട് ഒരു ചായ കുടിക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. നല്ല തണുപ്പ് കേട്ടോ ഇവിടെ. കളറ് കാറ്റും അടിക്കുന്നുണ്ട്. കാണണ്ട അഡ്വഞ്ചർ. എന്താ പോലെ ഇതെങ്ങനെയാ കൊണ്ടോണ്ട്. ഏത് അഡ്വഞ്ചറായിട്ടാ പോകുന്ന വണ്ടി. ഏതാ കയറ്റോ. അപ്പു വരില്ലേ വേക്ക് ഒരു പിടിയില്ലാലോ. ഓ ഇത് ഡേഞ്ചറാ. അതെ ഡൂഡ് കിളകാണ്ടെന്നോളെ. ഇപ്പാന്ന മണ്ണ നനഞ്ഞോണ്ട് നെക്കിയണ. ഇയൊന്നും വേണ്ട. ഞാനാണ്ട് നിന്നാണ്. ഞാനങ്ങ് കൊണ്ടുപോയിക്കോളൂ. വളരെ ഡേഞ്ചറസ് റോഡാ. ഒന്നൂരിയ ഊരിൻ്റെ വീട്. എന്താ മോനെ. കഴിച്ചിലായി ഏതാണ്ട് കഴിച്ചിലായി. 10 മണി പരിപാടി.
അങ്ങനെ നമ്മൾ ഒരുവിധം കഷ്ടപ്പെട്ട് എങ്ങനെയല്ലോ അവിടെ നിന്ന് ഇറങ്ങി. നല്ലൊരു കയറ്റായിരുന്നു. ഇവിടം വരെ ജീപ്പ് സർവീസ് ഉണ്ട് കേട്ടോ. ജീപ്പും പിന്നെ ബൈക്കും അങ്ങനത്തെ വണ്ടി മാത്രമേ വരും, കാരണം ഓഫ് റോഡാണ്. സൈഡിലായിട്ട് നമ്മുടെ കാപ്പിത്തോട്ടത്തിലേക്ക് കാപ്പി പറിക്കാനായ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നല്ല രീതിയിലുള്ള കോടയും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല ആസ്വദിച്ച് ഇങ്ങനെ പോകാനൊരു രസം തന്നെയാണ്. ഏകദേശം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. മൊത്തത്തിലൊരു പ്രത്യേക ഒരു സുഖമുണ്ടായിരുന്നു. റോഡ് ചിലയിടങ്ങളിൽ ടാർ ചെയ്തിട്ടുണ്ട്, എല്ലാ സൈഡിലും ഇല്ല. ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് താറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഉരുണ്ട കല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഡേഞ്ചറാണ് ഈ കാറ്റ് ഇറങ്ങി വരാൻ. നമ്മൾ ഏതാണ്ട് താഴെ എത്തിയിട്ടുണ്ട്. താഴെ എത്തി നോക്കുമ്പോൾ ഫുള്ള് വയലേരിയ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കാണുന്നത്. ഇതൊക്കെ നെല്ല് എല്ലാം കൊയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത റെഡിയാക്കാനുള്ള വയലുകളാണ്. KSRTC ഒക്കെ പോകുന്നുണ്ട് സൈഡിൽ കൂടി. ഈ വയനാട് എന്ന് പറഞ്ഞ സ്ഥലം ഏകദേശം വയലുകൾ നിറഞ്ഞ നാട് തന്നെയാണ്. എവിടെ നോക്കിയാലും വയലുകളാണ്, നോക്കത്താ ദൂരത്തോളം. ഇതിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത് വളരെ ഒരു രസമുള്ള കാഴ്ച തന്നെയാണ്. സൂര്യൻ എത്തിയിട്ടില്ല. നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു 9-9:30 ആയിട്ടുണ്ടാവും സമയം. മൊത്തം മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. രണ്ട് സൈഡായിട്ടും ഫുള്ള് വയലാണ് കേട്ടോ. നമ്മളിപ്പോൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് മുന്നിൽ കാണുന്ന ആ മലയുടെ അപ്പുറം നമ്മുടെ വയനാട് ജില്ല കഴിയുന്നതാണ്. അതായത് അപ്പുറം ഫുള്ള് ക്ലൈമറ്റും മൊത്തത്തിലങ്ങ് മാറും. ഇവിടെ ഇപ്പോൾ ഏകദേശം 15 ഡിഗ്രിയാണ്. ഇതാ ഈ മലയുടെ ഇപ്പുറം ചുരം ഇറങ്ങി തുടങ്ങി. ഇവിടെ ഇപ്പോൾ 22 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. ഇതാണ് നമ്മുടെ കുറ്റ്യാടി ചുരത്തിൻ്റെ ഏറ്റവും ആകർഷമായ വ്യൂ പോയിന്റ്. ഇത് 10ാം വളവാണ്. ഇതുവഴി കടന്നു പോകുന്ന ആളുകൾ ഇവിടെ ഒന്ന് നിർത്തി ഒരു ചായയൊക്കെ കുടിച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോകാറുള്ളൂ. നല്ലൊരു മനോഹരമായൊരു വ്യൂ പോയിന്റ് തന്നെയാണ്. എന്തായാലും നിങ്ങൾ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ അവിടെ നിർത്തി ഒരു കോഫിയൊക്കെ അടിക്കാൻ നല്ലൊരു വൈബായിരിക്കും. നമ്മൾ പിന്നെയും ചുരം ഇറങ്ങി. ഇപ്പോൾ സൂര്യനും കാര്യങ്ങളൊക്കെ തന്നെ നല്ല ബ്രൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ചൂടൊക്കെ നല്ല രീതിയിൽ കൂടി കേട്ടോ. എന്തായാലും ഒരു രസം തന്നെയാണ്. രണ്ട് സ്ഥലങ്ങളിൽ രണ്ട് ക്ലൈമറ്റ്, രണ്ട് ഒരു അന്തരീക്ഷമായിട്ടുള്ളൊരു സെറ്റപ്പ് സ്ഥലം. KSRTC എല്ലാം നമ്മുടെ സൈഡ് കൂട്ടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോകാൻ പറ്റും, അവരിപ്പോൾ അതിൻ്റെ കാര്യമില്ല. ഓരോരോ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ പതിയെ മലയിറങ്ങി.